ഫിലിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവം ചിലരുടെയൊക്കെ ഫ്രീക്വൻസിയിൽ, അതിൻ്റെ അളവിൽ കർത്താവ് ചില വ്യത്യാസങ്ങൾ വരുത്തുന്ന ഒരു ദിവസമാണ്. ചിലപ്പം നമ്മൾ സാധാരണ പറയില്ല, ചെറിയൊരു സൗണ്ട് മാത്രം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു വലിയ ഒരു സ്പീക്കർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ സൗണ്ട് ഭയങ്കര കൂടി, കോളാമ്പി വന്നപ്പം ഭയങ്കരമായിട്ട് കൂടി, പിന്നെ വേറെ അല്ലാത്ത തരത്തിലുള്ള സ്പീക്കറുകളൊക്കെ വന്നപ്പോൾ സൗണ്ട് ഭയങ്കരമായിട്ട് കൂടി, ദൂരെ നിന്നൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയുന്നത് പോലെ ഞാൻ ആത്മാവിൽ കാണുകയാണ്, ദൈവം നിങ്ങളുടെ സ്ഥിതിഗതികളെ മാറ്റുന്നതും അനേകർക്ക് കേൾക്കാവുന്ന തരത്തിലേക്കുള്ള സാക്ഷ്യങ്ങൾ കർത്താവ് നിങ്ങളിലൂടെ കൊണ്ടുവരുന്നത് ഞാൻ കാണുകയാണ്. നിങ്ങളുടെ ശബ്ദം അതുപോലെ അനേകർ കേൾക്കാൻ പോകുകയാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ ശബ്ദം അനേകർ കേൾക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുക, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ പ്രതിസന്ധികൾ ഇതാ ഒരു ടെസ്റ്റിമണി ആയിട്ട് മാറാൻ പോകുകയാണ്. അനേകർക്ക് മുൻപിൽ ഒരു വലിയ ശബ്ദമായിട്ട് അത് മാറാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ കീ സ്പോൺസറാണ് നമുക്കുള്ള നിലമ്പൂരിൽ നിന്ന് സുനിത രാജനാണ്. താങ്ക് യു സിസ്റ്റർ സുനിത. മെയ് 18 മകൻ ജിത്തുവിൻ്റെ വിവാഹമാണ് വരാൻ പോകുന്നത്. വാവ്, കൺഗ്രാറ്റുലേഷൻസ് ജിത്തു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിവാഹത്തിൽ ദൈവിക അനുഗ്രഹം ഉണ്ടാകുവാൻ, ഇളയ മകൻ സുജിത്തിന് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ, രണ്ടാമത്തെ മകൻ അജിത്തിന് ജോലി ലഭിക്കുവാൻ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ട എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും പകർന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നമുക്കൊരു കോ സ്പോൺസറുണ്ട് ആറ്റിങ്ങിൽ നിന്ന്, സിസ്റ്റർ മിനിയാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിനെ രോഗസൗഖ്യം ലഭിക്കുവാൻ, പണം തിരികെ ലഭിക്കുവാൻ, വസ്തു വിൽക്കുവാൻ, ഭർത്താവിൻ്റെ ജോലി ലഭിക്കുവാനും രക്ഷിക്കപ്പെടുവാനുമായിട്ട് ഞങ്ങളിപ്പോൾ ചേർന്ന് ആ ഭവനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും, തുടർന്ന് നമ്മൾ ഫിലിപ്പിയ ലേഖന പഠനത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഒരു പഠനം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ തന്നെ സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക, വചനങ്ങളെല്ലാം എഴുതിയെടുക്കുക, പഠിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇൻട്രൊഡക്ഷൻ കണ്ടു. എനിക്കൊന്ന് ആദ്യത്തെ 11 വചനങ്ങൾ 1-ാം അധ്യായത്തിലെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇന്നലെ പൗലൂസിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ കണ്ടു. നമ്മളൊക്കെ അതും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറാനും വിസ കിട്ടാനും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതൊക്കെ നടന്നോളും. മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിച്ചാൽ ഇതെല്ലാം കിട്ടും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൗലോസ് ഒരു ഡീപ്പർ ലെവൽ ക്രിസ്ത്യൻ ലൈഫ് നയിച്ച ഒരു മനുഷ്യനാണ്. ആഴമുള്ള ക്രിസ്തീയ ജീവിതം, ഷാലോ ക്രിസ്ത്യൻ ലൈഫുണ്ട്, ഒരു മീഡിയം ലെവൽ ക്രിസ്ത്യൻ ലൈഫുണ്ട്, ഡീപ്പർ ലെവൽ ക്രിസ്ത്യൻ ലൈഫുണ്ട്. അതിന് വേണമെങ്കിൽ ഹയർ ലെവൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് നമുക്ക് വിളിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഡീപ്പർ ലെവലിലേക്കും ഹയർ ലെവലിലേക്കും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെയും ഉയരങ്ങളെയും അറിയുന്നു, വീതിയും നീളവും അറിയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 12-ാമത്തെ വചനം മുതലുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിഷയങ്ങളിൽ സ്നേഹത്തിൽ നിറയാനും പരിജ്ഞാനത്തിൽ നിറയാനും ഭേദാഭേദങ്ങൾ, ഡിസേണിങ് ഓഫ് ദി സ്പിരിറ്റ്, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ ഒരു വരവില്ലെങ്കിലും വിവരം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ വിവേചിക്കാനുള്ള വരവുണ്ടായാൽ മതി, വിവേചന വരവുണ്ടായാൽ മതി എന്ന് പറയുന്നത് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഫലമാണ്. അത് നമ്മൾ വളർത്തിയെടുക്കണം. തന്നെ ഉണ്ടായി വരില്ല. സീഡ് ഫോമിൽ നമ്മുടെ അകത്ത് വീഴും. ഇനി അത് മാനിഫെസ്റ്റ് ചെയ്യിപ്പിച്ചെടുക്കേണ്ടത് സാഹചര്യങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ. സ്നേഹിക്കേണ്ടത് എപ്പോഴാണ്? സ്നേഹിക്കാൻ ഒട്ടും പറ്റാത്തപ്പോൾ. കേട്ടില്ല? ഈ ലവിങ് ദ അൺലവ്ഡ് എന്ന് പറയുമ്പോൾ, അൺലവബിൾ എന്ന് പറയുമ്പോൾ, നമുക്കറിയാം ചിലരോടൊക്കെ നമുക്ക് നാച്ചുറലി ഒരു സ്നേഹമുണ്ട്.
ഭയങ്കരമായ നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കും, ഭാര്യയോട് സ്നേഹം ഉണ്ടായിരിക്കും, ഭർത്താവിനോട് സ്നേഹം ഉണ്ടായിരിക്കും. ഇതൊക്കെ അല്ലെങ്കിലും നടന്നു. എന്നാൽ ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്ത ചിലരെ നമ്മളെങ്ങനെ സ്നേഹിക്കും? ദൈവസ്നേഹത്തിൽ മാത്രമേ അത് സാധിക്കൂ. അഗാപ്പയല്ല, അത് നമ്മൾ വളർത്തിയെടുക്കണം. ശത്രുക്കളെ പോലെ സ്നേഹിക്കണം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുള്ളത് കൊണ്ട് അതിലേക്ക് നമുക്ക് നടക്കാൻ കഴിയും. ഇനി നമുക്ക് 12-ാം വചനത്തിലേക്ക് വരാം. Now I want you to know, brothers, that what has happened to me has really served to advance the gospel. 13. As a result, it has become clear throughout the whole palace guard and to everyone else that I am in chains for Christ. 14. Because of my chains, most of the brothers in the Lord have been encouraged to speak the word of God more courageously and fearlessly. നമുക്ക് ആ ഭാഗം മലയാളത്തിൽ കൂടെ വായിക്കാം. 12 മുതൽ. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യമുണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ 14 വരെയാണ് നമ്മൾ വായിച്ചത്. ഇനി അപ്പോൾ അദ്ദേഹം ആദ്യം ഗ്രീറ്റ് ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ എപ്പഫ്രാദിത്തോസിനെ അയച്ചതിലും ഗിഫ്റ്റ് കൊടുത്തതിലും ഒക്കെ നന്ദി പറഞ്ഞു. പ്രാർത്ഥിക്കുന്നത് എങ്ങനത്തെ, അവർക്ക് ഫിലിപ്പർക്ക് വേണ്ടി തൻ്റെ പ്രയർ പോയിൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഇതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യം തൻ്റെ വിശേഷങ്ങളാണ്. ഇതൊരു കത്തല്ലേ, ലെറ്റർ എഴുതുമല്ലേ, തൻ്റെ വിശേഷങ്ങൾ അദ്ദേഹം എഴുതുവാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കാം. When Paul was in prison, so many things were happening and developing around. ഇപ്പോൾ 2 വർഷത്തോളം അദ്ദേഹം ഈ ജയിൽവാസത്തിലായിരിക്കുമ്പോൾ, ഹൗസ് അറസ്റ്റിലായിരിക്കുമ്പോൾ, വീട്ടുതടങ്കലിലായിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി ആക്കി തീർക്കുന്നു. റോമർ 8:28 അദ്ദേഹം തന്നെ എഴുതിയത് തൻ്റെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. എല്ലാം ദൈവം നന്മയ്ക്കാക്കുന്നു. താൻ ജയിലിലായി. വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? തൻ്റെ യാത്ര മുടങ്ങി, ശരിയല്ലേ? സ്വാതന്ത്ര്യമില്ല. അവിടെ എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണമാണ് കിട്ടുന്നതെന്ന് അറിയില്ല. അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവല്ല, സൂപ്പർ അപ്പോസ്തലനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നും ഇന്നും ജീവിച്ചിരിക്കുന്നതിൽ ഒരുപക്ഷെ നമുക്ക് പറയാം യേശു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രോമിനൻറ്റ് ഫിഗർ പത്രോസ് പോലുമല്ല, പൗലോസാണ്. പത്രോസ് സഭകളൊന്നും അങ്ങനെ ഭയങ്കരമായി സ്ഥാപിച്ചായിട്ടൊന്നും വചനത്തിലില്ല. എന്നാൽ പൗലോസാണ് ആ പെട്ടെന്ന് ഒരു ഉൽക്കയെ പോലെ കയറി വന്ന് ആദ്യം സഭയെ പീഡിപ്പിച്ചെങ്കിലും അതിനുശേഷം സഭകൾ സ്ഥാപിക്കുന്ന, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാക്കി ദൈവം അദ്ദേഹത്തെ യൂസ് ചെയ്തു. അപ്പം അന്ന് റോമൻ സാമ്രാജ്യത്തിൽ പൗലോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ക്രിസ്തീയ ലോകത്തിൽ മാത്രമല്ല, കൊട്ടാരത്തിലും രാജസന്നിധിയിലും കോർട്ടിലും പട്ടാളക്കാരുടെയിലും എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റോ സോഷ്യൽ മീഡിയയോ ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത പരക്കുകയാണ്. എന്നാൽ തൻ്റെ യാത്രകളും ശുശ്രൂഷയും എല്ലാം മുടങ്ങി താൻ അകത്ത് തന്നെ ഒരു വീട്ടിൽ തന്നെ കഴിയുമ്പോൾ അത് എങ്ങനെ ദൈവം നല്ലതാക്കി എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിലും വളരെ പ്രതികൂലമായ, പ്രതീക്ഷിച്ചതിൽ നിന്നും സ്വപ്നം കണ്ടതിൽ നിന്നും വളരെ ഓപ്പോസിറ്റായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതും നന്മയ്ക്കാക്കി തീർക്കും. ആർക്ക്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വളരെ വ്യക്തമല്ലേ? ഇവിടെ പൗലോസ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, പ്രിസണിലാണ് താൻ കിടക്കുന്നത്. ആ പ്രിസണിനെ ഒരു പ്ലാറ്റ്ഫോം ആക്കി, പ്രിസണിനെ ഒരു പുൾപിറ്റാക്കി. അപ്പോസ്തലപ്രവൃത്തികൾ 28-ാം അധ്യായം ഏറ്റവും അവസാനം വായിക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസ് താൻ കൂലിക്കെടുത്ത വീട്ടിൽ ദിനംപ്രതി തൻ്റെ അടുക്കൽ വന്നവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു പോന്നു എന്ന അർത്ഥത്തിലാണ് അത് അവസാനിക്കുന്നത്.
അപ്പം അദ്ദേഹത്തിൻ്റെ സുവിശേഷമല്ലൊന്നും മുടങ്ങിയിട്ടില്ല, ദൈവകൃപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈകാലുകൾ കൂച്ചിക്കെട്ടി ഒരു ഡഞ്ചൻ്റെ അകത്ത് ഭൂഗർഭ കാരാഗൃഹത്തിലല്ല അദ്ദേഹത്തെ ഇട്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം അദ്ദേഹത്തെ ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അല്പം പെർമിഷനുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പൗലോസ് ഇപ്പോൾ ജയിലിലാണ് അല്ലെങ്കിൽ തടവിലാണ്. എന്തിനു വേണ്ടിയാണ്? തടവുള്ളികൾ ഒത്തിരി പേരെ അവിടെ കാണും. നീ എന്തിനാണ് തടവിലായിരിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഭാര്യയെ കൊന്നു. നീ എന്ത് ചെയ്തു? ഞാൻ മോഷ്ടിച്ചു, ഒരാളുടെ കാളയെ മോഷ്ടിച്ചു. നീ എന്തിനാ തടവിലായിരിക്കുന്നത്? ഞാനത് റേപ്പ് കേസാണ്, പോക്സോ കേസാണ്. ഇങ്ങനെ ക്രിമിനൽസും തെറ്റ് ചെയ്തവരൊക്കെയാണ് ബാക്കി എല്ലാവരും. എന്നാൽ പൗലോസ് മാത്രം ഇവിടെ തടവിലായിരിക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷ നിമിത്തമാണ്. ഇതെല്ലാവർക്കും അറിയാം. അദ്ദേഹം കൊല ചെയ്തിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടല്ല അദ്ദേഹം തടവിലായിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത്, ആ ജയിലിനകത്തും ആരെ കിട്ടിയാൽ അവരോട് സുവിശേഷം പറയുകയാണ്. നിങ്ങളൊരു പക്ഷേ ഒരു റൊമേനിയൻ പാസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജയിലിലായി. അദ്ദേഹത്തിൻ്റെ പേരാണ് റിച്ചാർഡ് വുംബ്രാൻഡ്. കേട്ട് കാണും. അദ്ദേഹം ചെയ്തത്, ജയിലിലായിരിക്കുന്ന സമയത്ത് കൂടെ തന്നോടൊപ്പമുള്ള ജയിൽ പുള്ളികളോട് സുവിശേഷം പറയാൻ തുടങ്ങി, ഗാഡ്സിനോട് സുവിശേഷം പറയാൻ തുടങ്ങി, സീക്രട്ടായിട്ട് ഇവരോടെല്ലാം സുവിശേഷം പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം, വിശ്വാസത്തിൻ്റെ പേരിലൊക്കെയാണ് അദ്ദേഹത്തെ പിടിച്ചിട്ടിരിക്കുന്നത്. തലവെട്ടിക്കളയും, അദ്ദേഹത്തിന് അറിയാം, കൊന്നുകളയുമെന്നറിയാം. എന്നിട്ടും അദ്ദേഹം സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അദ്ദേഹം ജയിലിൽ വെച്ച് തനിക്കുണ്ടായ ഒത്തിരി സഹനങ്ങളും പീഡനങ്ങളും ഇതിൽ നിന്ന് വന്ന ഒന്നാണ് ദ വോയിസ് ഓഫ് ദ മാർട്ടിയേഴ്സ്, അല്ലെങ്കിൽ ടോർച്ചർ ഫോർ ക്രൈസ്റ്റ്. കേട്ട് കാണും. ഒരു മാഗസിൻ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ മെയിൽ ലഭിക്കും, ടോർച്ചർ ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിനായി പീഡിപ്പിക്കപ്പെട്ടവർ. അതിൻ്റെ മലയാള പരിഭാഷയും കിട്ടും. അന്ന് എനിക്ക് തോന്നുന്നു റഷ്യയിൽ നിന്നോ എവിടെ നിന്നൊക്കെയാണ് അദ്ദേഹം അത് അയച്ചുകൊണ്ടത്. കമ്മ്യൂണിസ്റ്റ് റഷ്യയിലും ഒക്കെ നടന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അദ്ദേഹം ഈ ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്ന മാഗസിനിലൂടെ അനേക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹം ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. എനിക്കതിൻ്റെ പ്രതികൾ കിട്ടുമായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത ഈ നമ്മുടെ നാട്ടിൽ കുന്നംകുളത്ത് നിന്നുള്ളൊരു ദേവദാസനായിരുന്നു ഡോക്ടർ പി ജോബ്. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും. ഡോക്ടർ പി ജോബ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് അൽപദാസൻ അത്ഭുതകരങ്ങളിൽ. കേട്ട് കാണും. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണും. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ആനി എന്നാണ് എൻ്റെ ഓർമ്മ. ഡൽഹിയിലൊക്കെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ വരുമായിരുന്നു. സോ അവരൊക്കെ ദൈവം ആ കാലത്ത് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു. ഞാനിത് പറയാൻ വന്നത്, പീഡിപ്പിക്കപ്പെടുന്ന സമയങ്ങളിൽ, ജയിലിലൊക്കെ പോകുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള ശക്തന്മാരായ ചിലരെ എഴുന്നേൽപ്പിച്ച് അവിടെ സുവിശേഷീകരണത്തിന് വേണ്ടി, എനിക്ക് അത് കൂടാതെ ജയിൽ മിനിസ്ട്രി എന്ന പലരെയും നേരിട്ടറിയാം. ജയിലുകൾക്കകത്ത് സുവിശേഷം പറഞ്ഞ് ഒത്തിരി പേരെ പുറത്തേക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന ജയിൽ മിനിസ്ട്രി എന്ന് ഒത്തിരി പേരുണ്ട്. പൗലോസ് ചെയ്യുന്നത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പ്രിസൻ്റെ അകത്ത്, പ്രിസനെ ഒരു പ്ലാറ്റ്ഫോം ആക്കി, അല്ലെങ്കിൽ പ്രിസനെ ഒരു പുൾപിറ്റാക്കി മാറ്റി. എന്നിട്ട് അദ്ദേഹം ഭയങ്കരമായി അതിനകത്ത് തന്നെ സുവിശേഷ ഘോഷണം ചെയ്തു. അതാണ് അവിടെ പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശേഷങ്ങൾ ഫിലിപ്പ്യ സഭയിലുള്ളവരെ എഴുതി അറിയിക്കുകയാണ്. എപ്പഫ്രാദിത്യൂസിൻ്റെ കയ്യിൽ വേണം ഈ ലെറ്റർ കൊടുത്തുവിടാൻ. അപ്പോൾ അദ്ദേഹം അവിടെ ആയിരിക്കും, അദ്ദേഹം അതിനിടയ്ക്ക് രോഗിയായി കിടക്കുകയായിരിക്കാം. പക്ഷെ അതിനിടയിൽ കിട്ടിയ സമയം കൊണ്ട് അദ്ദേഹം ലെറ്റർ എഴുതുകയാണ്. ഓക്കെ, യുവർ ലിമിറ്റേഷൻസ് ക്യാൻ ബിക്കം ഗോഡ്സ് ലൊക്കേഷൻ ഫോർ മിഷൻ. ഒന്നുകൂടെ, യുവർ ലിമിറ്റേഷൻസ് ക്യാൻ ബിക്കം ഗോഡ്സ് ലൊക്കേഷൻ ഫോർ മിഷൻ. നിങ്ങളുടെ പരിമിതികൾ ദൈവിക ദൗത്യത്തിന് വേണ്ടിയുള്ള ഒരിടമായി മാറാം. ഇപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന പലർക്കും ഒരുപക്ഷെ ഓൺലൈനായിരിക്കും നിങ്ങളിത് കാണുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എവിടെയെങ്കിലും പോയി പ്രാർത്ഥന കൂട്ടായ്മകളിലൊന്നും പോകാൻ അനുവാദമില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ ജോലിയുടെ പല കാരണങ്ങളാൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ പരിമിതികൾക്കകത്തും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപക്ഷെ അദ്ദേഹം ഈ തടവുപുള്ളിയായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ സൗകര്യങ്ങളൊന്നുമില്ല. എങ്ങനെ അദ്ദേഹം എന്തിലെഴുതിയെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തു കാണും, പാർച്ച്മെൻറ്റ്സ്, തോൽച്ചുരുളൊക്കെ. അതിലായിരിക്കും അദ്ദേഹം എഴുതിയത്.
ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പോൾസ് ഇംപ്രിസൺമെൻറ്റ് വർക്ക്ഡ് ഫോർ ഗുഡ് ഇൻ മെനി വേസ്. പല രീതികളിൽ ഈ ജയിൽവാസം അദ്ദേഹത്തിന് ഗുണപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മളാണെങ്കിൽ ജയിലിൽ കിടക്കുവാണെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ നേരെ ചൊവ്വേ ഭക്ഷണമില്ല, എല്ലാ ദിവസവും കുറച്ച് ഉപ്പുമാവും കടലയും മാത്രമേ ഉള്ളൂ, പപ്പടം പോലും അവർ തരാറില്ല. ദൈവമക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എത്ര വലിയ ശുശ്രൂഷ ചെയ്തിരുന്ന ഞാനാണിപ്പോൾ ഈ തടവിലായിരിക്കുന്നത്. ഇപ്പോൾ ഈ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ചില മിഷണറി യാത്രകൾ ചെയ്യാമായിരുന്നു. എത്ര സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ എത്ര സ്പോൺസേഴ്സ് നഷ്ടപ്പെട്ടു. ഇതെന്താ ഇങ്ങനെ ആയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്നും പരാതിയായിട്ട് ജീവിക്കാം. പക്ഷേ പൗലോസ് ഒരു കാര്യത്തിൽ പോലും പരാതി പറയാതെ വളരെ ഓപ്റ്റിമിസ്റ്റിക്കായി, വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. The greatest apostle ever was in prison. And this seemed very, very bad. There were many questions in the minds of the believers. But God worked this for good. ഇത്രയും വലിയൊരു അപ്പസ്തോലൻ ജയിലിൽ കിടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മുടങ്ങിയത്. എന്നാൽ ഇത് നന്മയ്ക്കായി തീർന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന്, when Paul was undergoing trials, he made a dynamic witnessing and preached the gospel to Caesar and the soldiers. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഈ ജയിലിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം കൈസരോടും അവിടെയുള്ള എല്ലാ അകമ്പടി സേവകരോടും സുവിശേഷം പറഞ്ഞു. ഈ സീസർ അല്ലെങ്കിൽ കൈസർ എന്ന് പറഞ്ഞാൽ ആരാ? അന്നത്തെ വേൾഡ് പവർ, ഏറ്റവും ശക്തമായ എംപയർ ആയിരുന്നതിൻ്റെ എംപററാണ്. എന്ന് വെച്ചാൽ ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ് അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ അമേരിക്ക വളരെ പവർഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്ക സ്വന്തം രാജ്യം മാത്രമല്ല, ലോകത്തെ മൊത്തം ഭരിക്കാനാണ് അവരുടെ ഇഷ്ടം. അതാണ്, മൊത്തം ലോകത്തെ ഭരിക്കുക, എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ. ഇതുപോലെ ഈ റോമൻ സാമ്രാജ്യം അന്ന് ലോകം ഭരിക്കുന്ന കാലമാണ്. അതിൻ്റെ ടോപ്പിലിരിക്കുന്ന ആളാണ് ഈ സീസർ. സീസറുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. ഒരിക്കൽ കർത്താവ് അതിനോട് പറഞ്ഞിരുന്നു, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാവും എന്ന് പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഈ പണ്ട് കുതിരപ്പുറത്ത് നിന്ന് കർത്താവിൻ്റെ പ്രഭയേറ്റ് താഴെ അടിച്ചു വീണില്ലേ? അത് കഴിഞ്ഞ് ആരുടെ അടുത്താണ്? നമ്മുടെ അനന്യാസിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അനന്യാസിലൂടെ കർത്താവ് വളരെ ശക്തമായി 9-ാം അധ്യായം 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് അനന്യാസിനോട് പറയുകയാണ്, ഗോ, ദിസ് മാൻ ഈസ് my chosen instrument to proclaim my name to the Gentiles and their kings and to the people of Israel. I will show him how much he must suffer for my name. ഇത് അനന്യാസിനോട് കർത്താവ് പറഞ്ഞതാണ്. ഞാൻ ഈ മനുഷ്യൻ, നീ പൊക്കോ, ഞാൻ അവനെ പല രാജാക്കന്മാരുടെ മുമ്പിലും ജാതികളുടെ മുമ്പിലും നിർത്തേണ്ടതിന് ഞാൻ തെരഞ്ഞെടുത്തൊരു പാത്രമാണ്. അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കണം എന്നുള്ളത് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പൗലോസിൻ്റെ വിളിയിലും തെരഞ്ഞെടുപ്പിലും കിടക്കുന്ന കാര്യമാണ് രാജാക്കന്മാരുടെയൊക്കെ മുമ്പിൽ പോയി നിന്ന് സുവിശേഷം പറയുക. അല്ലാത്ത രീതിയിൽ അവിടെ കയറിപ്പറ്റാൻ സാധ്യമല്ല. പക്ഷെ അവിടെ ദൈവം മിസ്റ്റീരിയസ് വേയിൽ ഒരു തടവുള്ളിയുടെ രൂപത്തിൽ തൻ്റെ അഭിഷിക്തനെ നിർത്തി കൈസറുടെ മുഖത്ത് നോക്കി, സീസറിൻ്റെ മുഖത്ത് നോക്കി സുവിശേഷം പറഞ്ഞു. വിചാരണ നടക്കുന്നത് പെണ്ണ് കേസിലല്ല, കൊലക്കുറ്റത്തിലല്ല, ജനസൈഡിലല്ല, വേറെ എന്തെങ്കിലും കലാപം, ഇതൊന്നുമല്ല. സുവിശേഷം പ്രസംഗിച്ചതിനാണ് നിൽക്കുന്നത്. വിചാരണ നടക്കുന്ന സമയത്ത് നല്ല അവസരമല്ലേ, ശരിക്കങ്ങ് സുവിശേഷം പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, സുവിശേഷം പ്രസംഗിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടി, ഒന്നുകിൽ രക്ഷയ്ക്ക്, 2 ശിക്ഷയ്ക്ക്. എഴുതി വെക്ക്. സുവിശേഷം പ്രസംഗിക്കുന്നതും കേൾക്കുന്നതും ഒന്നുകിൽ രക്ഷയ്ക്ക് അല്ലെങ്കിൽ ശിക്ഷയ്ക്ക്. എഴുതിക്കോ. ഗോസ്പൽ ഈസ് ഐദർ ഫോർ സാൽവേഷൻ ഓർ ഫോർ പണിഷ്മെൻറ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരാൾ സുവിശേഷം കേൾക്കുന്നു, അയാൾക്ക് സ്വീകരിച്ചാൽ രക്ഷ, തള്ളിക്കളഞ്ഞാൽ അയാൾക്ക് ശിക്ഷ. പക്ഷെ ദൈവത്തിൻ്റെ പരിപാടി എല്ലാവരെയും സുവിശേഷം കേൾപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പല മാർഗങ്ങളിലൂടെ കർത്താവ് പ്ലാറ്റ്ഫോമുകൾ ഒരുക്കും. കാരണം സുവിശേഷം കേട്ടവർക്ക് ഇനി പ്രതിവാദമില്ല, അവർക്ക് സാക്ഷ്യത്തിനായി ഇത് പ്രസംഗിക്കപ്പെടും. കേൾക്കുന്നുണ്ടോ? അതൊരു സാക്ഷ്യമാണ്. ഇവര് കർത്താവ് സുവിശേഷം കേൾപ്പിച്ചു, എന്നാൽ അവരുടെ ഹൃദയം തുറന്നവർ സ്വീകരിച്ചില്ല. അതവരുടെ തെറ്റാണ്. ആ സാക്ഷ്യത്തിന് വേണ്ടി
സുവിശേഷം പ്രസംഗിക്കേണ്ടി വരും. സീസർ രക്ഷിക്കപ്പെട്ടോ നമുക്കറിഞ്ഞുകൂടാ, അകമ്പടി നായകന്മാരെല്ലാവരും രക്ഷിക്കപ്പെട്ടോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ പൗലോസിൻ്റെ ഈ കാലഘട്ടം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പ് സാമ്രാട്ടായിരിക്കുന്ന കൈസർ മുതൽ കൊട്ടാരത്തിലും കോർട്ടിലുമുള്ള സകലരോടും അദ്ദേഹം സുവിശേഷം പറഞ്ഞു. റോമാലേഖനം 1:14 പറഞ്ഞു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ഒരു നാണമില്ല, എനിക്ക് ലജ്ജയില്ല. കാരണം രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും അത് ദൈവശക്തിയാണ്. ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ കടക്കാരനാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 12:11-12 കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളെ സിനഗോഗുകളിലും അധികാരികളുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയി നിർത്തും, എന്താണ് പറയേണ്ടതെന്നുള്ളത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, പരിശുദ്ധാത്മ ആ സമയത്ത് നാവിൽ തന്നോളും. അങ്ങനെ ആത്മനിറവിൽ അദ്ദേഹം ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചത്, അതായത് ഈ ജയിലിൽ കിടന്നത് നന്നായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൊന്നിതാണ്. 2, all soldiers associated with Paul came to know that Paul was not a criminal and was in chains for Christ. There was one God always with him. ഇനി കൈസറോടും അവിടെയുള്ള പ്രറ്റോറിയത്തിലുള്ളവരോടൊക്കെ സുവിശേഷം പറഞ്ഞത് കൂടാതെ 2 വർഷം അദ്ദേഹം ഈ വാടക താമസിക്കുന്ന വീട്ടിൽ എല്ലായ്പ്പോഴും ഒരു പട്ടാളക്കാരനുണ്ടായിരിക്കും. പക്ഷേ ഓരോ ദിവസവും ഡ്യൂട്ടി ചേഞ്ച് ചെയ്യും. മാറി മാറി വരുന്ന എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. അതിലൊക്കെ ചിലർ രക്ഷിക്കപ്പെട്ട് കാണും. പിൽക്കാലത്ത് ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് കാണും. ജയിലിൽ കിടന്നൊരു ഒനേസിമോസിനെ റെഡിയാക്കിയ കാര്യം, ഫയലിമോൻ്റെ സെർവൻ്റായിരുന്ന അല്ലെങ്കിൽ സ്ലേവ് ആയിരുന്ന ഒരാളെ അവിടെ വെച്ച് കറക്റ്റ് ചെയ്തൊക്കെ അറിയാമല്ലോ. അത് ഈ ജയിലിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്. Paul preached the word to all who came to him when he was in chains in the rented home. ഈ വാടക വീട്ടിൽ വന്ന എല്ലാവരെയും താൻ ചേർത്ത് പിടിച്ച് അവരോട് സുവിശേഷം പറഞ്ഞു. അപ്പോൾ സോ ഹി വാസ് എ ബിസി പേഴ്സൺ. ജയിലിലാണെന്ന് പറഞ്ഞാലും തടവിലാണെന്ന് പറഞ്ഞാലും അദ്ദേഹം വളരെയധികം തിരക്കായിരുന്നു. Many people got encouraged to preach the gospel fearlessly in the absence of Paul. അടുത്തൊരു നന്മ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പിതാവിന് തുല്യം സ്നേഹിച്ചവർ, അപ്പസ്തോലനായി കണ്ടവർ, ദേവദാസനായി കണ്ടവർ, അഭിഷിക്തനായി കണ്ടവർ, അവരെല്ലാവർക്കും അതിലും ഒത്തിരി പേർക്ക് ഭയങ്കര ധൈര്യം കിട്ടി. ഞങ്ങളുടെ ദേവദാസൻ ജയിലിൽ കിടന്ന് അവിടെ സുവിശേഷം പറയുകയും കൈസറോട് പോലും സുവിശേഷം പറയുന്നെങ്കിൽ നമുക്ക് പറയണ്ടേ. അവർക്കൊരു ധൈര്യം കിട്ടി, അവരും സുവിശേഷം പറയാൻ തുടങ്ങി. ഒത്തിരി പേർക്ക് അദ്ദേഹം ജയിലിൽ കിടന്നത് സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ധൈര്യമായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത്, ആസ് വിസിറ്റേഴ്സ് were allowed to meet him, Paul encouraged all of them to share the gospel everywhere. അതുകൂടാതെ പല സന്ദർശകരും അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം ദൈവരാജ്യം സംബന്ധിച്ച് പഠിപ്പിക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ജയിലിൽ കിടന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല, എല്ലാം കൊണ്ടും നല്ലതായി എന്നാണ് അദ്ദേഹം ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പൗലോസിൻ്റെ പോളിസി ഇത്രയേ ഉള്ളൂ, കം വാട്ട് മേ ഐ വിൽ പ്രീച്ച് ദ ഗോസ്പൽ. എന്ത് വന്നാലും ഞാൻ സുവിശേഷം പ്രസംഗിച്ചിരിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോളിസി. സോ Paul did not care about his circumstances and he preached the gospel. ഒരിക്കലും സാഹചര്യങ്ങളെ നോക്കി സങ്കോചിച്ചു നിൽക്കാതെ ഈ സമാധാനത്തിൻ്റെ സുവിശേഷവുമായി മുന്നിലേക്ക് പോയ ആളാണ് പൗലോസ്. So we must also preach the gospel regardless of our circumstances. അതിൽ നമുക്ക് കിട്ടുന്ന ഗുണപാഠം, സാഹചര്യങ്ങൾ നോക്കാതെ സുവിശേഷം പറഞ്ഞേ. ഉദ്ദേശിച്ചത് നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നമ്മൾ സുവിശേഷം ഏതെങ്കിലുമൊക്കെ ആവന്യൂയിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കണം. We should not allow troubles, setbacks, loss of the loved ones, accidents, rejection, failure, financial problems, sickness, age, divorce, abuse or anything to let us down. ജീവിതത്തിൽ പലതും നടന്നിരിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയെന്നിരിക്കും. സാമ്പത്തിക തകർച്ച ഉണ്ടാകാം, രോഗമുണ്ടാകാം, പ്രായം കൂടി. കുറേ ആളുകളുണ്ട്, എനിക്കൊക്കെ പ്രായം, ഇനി എല്ലാം തീർന്നു. നോ 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 ലാസ്റ്റ് ബ്രത്ത് വരെ സുവിശേഷം പ്രസംഗിക്കുവാണെങ്കിൽ അത്രയും പേര് കൂടെ സുവിശേഷം അറിയും. ഇനി ഞാൻ ഓർക്കുന്നൊരു കഥ നിങ്ങളോട് പറയുകയാണ്. ഷിക്കാഗോയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാണ്. അവിടെയുള്ള ആളുകൾ, ഞങ്ങളെ കൊണ്ടുപോയ ആളുകൾ ഉച്ചഭക്ഷണത്തിന് ലഞ്ചിന് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി, ഒരു ഹോട്ടൽ. അവിടെ കൊണ്ടുപോയപ്പോൾ
നേരെ ചെന്ന് ആദ്യം ഞങ്ങൾ റിസപ്ഷനിൽ കണ്ടത് ഒരു ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ കൗണ്ടറിൽ ബൈബിൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അതിൽ ഉടമസ്ഥയായിട്ടുള്ള ഒരു ലേഡിയാണ്. ആ ലേഡി ഭർത്താവിന് അപ്പം തന്നെ വിളിച്ചുകൊണ്ട് വന്നു. കാരണം ഞങ്ങളൊക്കെ വിശ്വാസികളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടി ഓടി ഞങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് ആ ചെയ്ത പരിപാടി ഭയങ്കരമായൊരു സ്നേഹം ഞങ്ങളോട് കാണിച്ചു. ഞങ്ങൾക്ക് എക്സ്ട്രാ ഓർഡർ ചെയ്യാത്ത ഫുഡ് കൊണ്ടുവരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ വരണം, ആൻഡ് ഒരു പേയ്മെൻറ്റും വേണ്ട, നിങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞതാണ്, ഈ കട ഞങ്ങൾ നടത്തുന്നത് തന്നെ സുവിശേഷത്തിന് വേണ്ടിയിട്ടാണ്. ആര് വന്നാലും അവിടെ അവരുടെ ചർച്ചിൻ്റെ നോട്ടീസ്, ട്രാക്റ്റുകൾ ഇതെല്ലാം കൗണ്ടറിൽ വെച്ചിട്ടുണ്ട്. ഗ്യാപ്പ് കിട്ടിയാൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന എല്ലാവരുടെ സുവിശേഷം പറയും, കർത്താവിനെ കാണിച്ചു കൊടുക്കും. ഇതാണ് അവരുടെ പരിപാടി. അപ്പോൾ അത് വാസ്തവത്തിൽ ഇങ്ങനെ ചെയ്താൽ ബിസിനസ്സിനെ ബാധിക്കാം, പക്ഷെ അത് അവർക്കൊരു വിഷയമല്ല. അവരുടെ മെയിൻ പേർപ്പസ് എന്താണ്? ഈ റെസ്റ്റോറൻറ്റ് ഒരു പ്ലാറ്റ്ഫോമാക്കി അതിലൂടെ സുവിശേഷം നടത്തുക. എനിക്കറിയാം, നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ തന്നെ ഒത്തിരി പേര് അവരുടെ കടകളിൽ ബ്രെഡ് ഡയറിയും നമ്മുടെ ട്രാക്റ്റുകളൊക്കെ കൊണ്ടുപോയി വെക്കുകയും വരുന്നവരോട് സുവിശേഷം പറയുകയൊക്കെ ചെയ്യുന്നവരെ അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കർത്താവ് തരുന്ന ഏത് സാഹചര്യവും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, സുവിശേഷം പറയാൻ വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് ഒരു മൈൻഡ് ഉണ്ടായിരിക്കണം, നമുക്ക് തന്നെ ഒരു ഹാർട്ട് ഉണ്ടായിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എത്ര പേർക്ക് താല്പര്യമുണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ? കിട്ടുന്ന സമയങ്ങളിൽ എവിടെയൊക്കെയാണ് അവിടെയൊക്കെ ബുദ്ധിപൂർവ്വം ജ്ഞാനം ഉപയോഗിച്ച്, ജ്ഞാനികളാണ് ആത്മാക്കളെ നേടുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഈ കാര്യങ്ങളെല്ലാം ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും സുവിശേഷം പറയുവാനുള്ള പ്രാപ്തി നൽകി, അവസരങ്ങളെ ഉണ്ടാക്കി പറയാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കൈനീട്ടി പിടിക്കും. കർത്താവ്, യേശുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, അപസ്മാരം സൗഖ്യമാകട്ടെ, ആസ്മ സൗഖ്യമാകട്ടെ, അസിഡിറ്റി സൗഖ്യമാകട്ടെ, നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, വാരിയെല്ലുകൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷയരോഗം മാറിപ്പോട്ടെ. കൈനീട്ടി പിടിക്കാം. കർത്താവ് എല്ലാറ്റിലും ഒരു വലിയ വിടുതൽ അങ്ങ് കൊടുക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.